നമസ്കാരം. നടനും ഹാസ്യതാരവുമൊക്കെയായ ബിനു അടിമാലിക്കെതിരെ വലിയ ആരോപണങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വരുന്നത്. ബിനുവിന്റെ മുൻ സുഹൃത്തും ക്യാമറമാനും സോഷ്യൽ മീഡിയ മാനേജറും ഒക്കെയായ ജിനേഷ് ആണ് ബിനു മർദ്ദിച്ചു എന്നതടക്കം ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നടനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ പ്രചരിച്ചതോടെ ഇപ്പോൾ തന്റെ ഭാഗം വിശദീകരിച്ച് എത്തിയിരിക്കുകയാണ് ബിനു അടിമാലി. ഞാൻ ഇത്രയും വലിയ ഭയങ്കരനാണോ എന്ന് ഞാൻ തന്നെ ഓർത്ത് എനിക്കൊരു വിഷമമായിപ്പോയി. ഞാനതിപ്പോൾ കഴിഞ്ഞ എൻ്റെ സുഹൃത്തിൻ്റെ ഇതിന് ഞാൻ പൊട്ടിക്കരഞ്ഞു. അതുവരെ ആൾക്കാർ ആഘോഷിച്ചു. ഞാൻ ഒരൊറ്റ കാര്യമാണ് ഇതിനകത്ത് പറയുന്നുള്ളൂ. ഒരു ചാനലിൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരാളെ റൂമിൽ കയറ്റി ഇടിച്ച് അവനെ നശിപ്പിച്ച് അവൻ്റെ ക്യാമറ തല്ലിപ്പൊളിച്ച്, അപ്പോൾ ആൾക്കാർ വന്ന് ഡോറ് തല്ലിപ്പൊളിച്ച് കയറി വന്ന് അവനെ രക്ഷിച്ച വ്യക്തിയെ ഒരു ചാനല് പിന്നെ അവിടെ വെച്ചേക്കുവോ? അന്തരിച്ച കൊമേഡിയൻ സുധി കൊല്ലത്തിന്റെ വീട്ടിൽ പോയത് സഹതാപം കിട്ടാൻ വേണ്ടിയാണ് എന്നതടക്കം ആരോപണങ്ങൾക്ക് ബിനു മറുപടി പറയുന്നുണ്ട്. പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളുടെ മുന്നിലും വെച്ച് താൻ പറയുകയാണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നാണ് ബിനു അടിമാലി പറയുന്നത്. സുധിയുടെ വീട്ടിൽ ചെന്നത് പ്രഹസനമായി എന്നൊക്കെ പറഞ്ഞു. ഒരു മനുഷ്യന് ആക്സിഡന്റ് പറ്റി കിടന്നാൽ ലിഗമെന്റ് പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു, പുള്ളിയുടെ അടുത്ത് മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. 3 മാസമെങ്കിലും ഒരു മനുഷ്യന് ആക്സിഡന്റ് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്റ്റ് ഉള്ളതാണ്. കാലിൻ്റെ ഈ കാറിൻ്റെ അടിയിലേക്ക്, കാറിൻ്റെ ഈ സീറ്റിൻ്റെ അടിയിലേക്ക് സംഭവം കാലം ഇറങ്ങിപ്പോയി വണ്ടി ഇടിച്ചപ്പോൾ. പിന്നെ നമ്മളിങ്ങനെ കാലിറങ്ങിപ്പോയിട്ട് നമ്മളിങ്ങനെ ഇവിടെ ചെന്നാൽ ഇടിച്ചേ. ഇപ്പോൾ ഇവിടെ അങ്ങനെ തിരിഞ്ഞിട്ടുണ്ടാവും നല്ല രീതിയിൽ. നിലവിൽ എനിക്ക് ലിഗ്മെന്റ് പ്രോബ്ലം, സ്റ്റാർ മാജിക്കിൽ ഗെയിം കളിക്കുമ്പം ലിഗ്മെന്റ് പ്രോബ്ലം ഉള്ളവരെ അതും കളിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത് അവരും കൂടെ കളിക്കേണ്ട എൻ്റെ ഗെയിമാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് തമാശയ്ക്കും പറയാറുള്ളത്. അത് നിലവിലുള്ളതാണ്. എനിക്ക്, നോബിക്ക്, നെൽസന് എല്ലാവർക്കും തടി കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ലിഗ്മെന്റ് പ്രോബ്ലം. ഒരു ചാനലിന്റെ പരിപാടി നടക്കുന്ന സമയത്ത് അവിടെ വെച്ച് ഒരാളെ ഇടിച്ച് ചവിട്ടിക്കൂട്ടി അയാളുടെ ക്യാമറ തല്ലിപ്പൊട്ടിച്ച ആളെ പിന്നെ ആ ചാനൽ പരിപാടിക്ക് എടുക്കുമോ എന്നാണ്. ഒപ്പം തന്നെ എന്നെക്കുറിച്ച് ഇതൊക്കെ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ ഇത്രയും ഭയങ്കരനാണോ എന്ന് ആലോചിച്ച് എനിക്ക് തന്നെ വിഷമം തോന്നി. ഇത്തരം ഭയാനകമായ സംഭവം നടന്നെങ്കിൽ ചാനൽ തന്നെ എന്റെ പേരിൽ കേസെടുക്കില്ലേ? സംഭവം നടന്നു എന്ന് പറഞ്ഞ ശേഷം ഞാൻ തന്നെ 1-2 തവണ അവിടെ പോയി പരിപാടി അവതരിപ്പിച്ചു. ഇത്രയും വലിയ സംഭവം വാർത്തയാകില്ലേ? എന്നാ പിന്നെ അവിടെ എന്നെ കയറ്റുമോ? അവിടെ ഒന്നും നടന്നിട്ടില്ലെന്ന് ബിനു പറയുന്നു. ബിനു ചേട്ടാ, നമുക്ക് പേജ് ഒന്ന് റീച്ചാക്കണം. അപ്പം ഞാനിതിനകത്തൊന്നും ഇടാറില്ല. ഈ പേജൊക്കെ റീച്ചാക്കണമെങ്കിൽ പേജിൽ എന്തെങ്കിലും ഇടണമല്ലോ. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ ഈ സോഷ്യൽ മീഡിയയിലെ ഒരു പരിപാടി ഇപ്പോഴും എനിക്ക് സത്യം പറഞ്ഞ് ഫോട്ടോ ഇടാൻ അറിയില്ല. അപ്പോൾ ഞാനൊരു ഫോട്ടോ ഇടാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് എനിക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം വേറെ ചാനലുകാർ ചോദിച്ചു, അപ്പോൾ ഇടാൻ അറിയാൻ പാടില്ലെന്ന് ആദ്യം പറഞ്ഞു, ഇപ്പോൾ ഇടുക എന്ന് പറഞ്ഞു. നമ്മൾ ഗൾഫിലൊക്കെ പോകുമ്പോഴേ, ഇപ്പോൾ സുമേഷ് തമ്പി എല്ലാവരും നമ്മൾ ഗൾഫിൽ പോകുമ്പോൾ ഇവരെല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ ഇടും, അവരുടെ പേജിലൊക്കെ ഇടും. അപ്പം ഞാൻ അവരോട് പറയും, എടത് ഇതൊന്നും എനിക്കൊന്ന് ഇട്ടുക. അപ്പം ഇടാൻ നോക്കുമ്പോൾ കയറാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ കയറാൻ പറ്റാതെ നിൽക്കുമ്പോൾ ഞാൻ ജിനേഷിനെ വിളിക്കും. ഈ വ്യക്തി ഞാൻ അറിയാതെ എൻ്റെ പാസ്വേഡ് പല പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ ട്രിപ്പൊക്കെ ചെല്ലുമ്പോൾ ഫോട്ടോ എല്ലാവരും ഇടുന്ന കൂട്ടത്തിൽ നമ്മൾ ഇടുമല്ലോ. ഇടാൻ നോക്കുമ്പോൾ ഇത് പറ്റുന്നില്ല. അപ്പം ഞാൻ പുള്ളീനെ വിളിക്കുമ്പോൾ പുള്ളി ചെയ്യും, ഞാനത് ഹാക്ക് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇത് പേജ് മാറ്റിയതാന്ന് പറയും. അപ്പം അങ്ങനെ കുറേ പ്രാവശ്യം മാറ്റി. അത് കഴിഞ്ഞിട്ട് പുള്ളി പിന്നെ ചോദിക്കണേ, ഈ പേജ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കണേ. നമുക്കതിനുള്ള ഗുണം കിട്ടും, ചേട്ടൻ്റെ പേജ് റീച്ചാകും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതിലൂടെ വന്ന ഒരു റീച്ചും പൈസ എനിക്ക് വേണ്ട. സുധി ഇപ്പം അവരുടെ വീട്ടിൽ പോയി ഞാനിരിക്കുമ്പോൾ ആ വീഡിയോ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് അത് വേറൊരു ചാനലിനോട് നമ്മൾ പറയാതെ നമ്മൾ പോയി എടുക്കുമ്പോൾ അത് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് വേറെയാണ് എന്ന് പറഞ്ഞു. ഇത് എനിക്ക് തലയ്ക്ക് മുകളിലേ, ഇത് എനിക്ക് കിട്ടുന്ന റീച്ചല്ലേ, എനിക്ക് വേണമെങ്കിൽ അത് ഓക്കെ എന്ന് പറയാൻ പാടില്ലേ? എൻ്റെ ചാനലല്ലേ, ഞാൻ പറഞ്ഞതല്ലേ അവൻ കേൾക്കുള്ളൂ, അല്ലാണ്ട് അവൻ പറഞ്ഞാൽ ഞാൻ കേൾക്കൂലല്ലോ. ആ വ്യക്തി പറഞ്ഞാൽ ഞാൻ കേൾക്കേണ്ട കാര്യമില്ല. എൻ്റെ ചാനൽ അങ്ങനെ ഒരു സംഭവം വേണ്ട. പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഹാജരായിരുന്നു. മർദ്ദനം ഏറ്റെന്ന് പറയുന്ന വ്യക്തിയുടെ മെഡിക്കൽ റിപ്പോർട്ടിൽ യാതൊരു കുഴപ്പവും പോലീസ് തന്നെ കണ്ടില്ല. പൊട്ടിച്ച ക്യാമറയ്ക്ക് യാതൊരു കുഴപ്പവും ഇല്ലെന്ന് കണ്ടു. അയാൾ ക്യാമറ വാങ്ങിപ്പോയി. അന്നു മുതൽ പുള്ളി അതിലൂടെ ജോലി ചെയ്യുന്നുമുണ്ട്. പിന്നെ ക്യാമറ ഞാൻ തല്ലിപ്പൊളിച്ചോ എന്ന് പറയുന്നതിലെ കാര്യം എന്താണ്? അപകടം കഴിഞ്ഞ് 3 മാസത്തോളം വിശ്രമിക്കണമെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചതിനനുസരിച്ചാണ് വാക്കറിൽ നടന്നിരുന്നത്. എന്റെ കാലിന് ലിഗമെന്റ് പ്രശ്നം നേരത്തെ തന്നെ ഉണ്ട്. അത് സ്റ്റാർ മാജിക്കിലും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പല ഗെയിമുകളും കളിക്കാൻ പറ്റാതെ പോയത്. മരിച്ചുപോയ സുധിയുടെ വീട്ടിൽ പോയി ഞാൻ പ്രഹസനം കാണിച്ചു എന്ന് പറയുന്നത് ശരിയല്ല.
എന്റെ വയ്യാത്ത മകളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാം, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.